ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ് വരാൻ പോകുന്നത്. 110.55 ആണ് ഇന്നത്തെ ഗ്യാപ്പ് ഡൗൺ പോയിൻറ്റ്സ്. 110.55 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 23,104.40 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. അപ്പോൾ ഇന്നലെ 23,400 ലെവലിലേക്ക് വന്നതിന് ശേഷം അവിടുന്ന് ഫോളായി 200 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കാണാൻ സാധിച്ചു. അപ്പോൾ ഇന്നലെയും അപ്പ് മൂവ് വന്നതിന് ശേഷം ഒരു ഡൗൺ ഫോളോടുകൂടിയാണ് ഇന്നലത്തെ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 23,100 അടുത്താണ് തുറക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓപ്പണിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാം. $23,425.535 ആയിരുന്നു ഇന്നലെ ഡേ ഹൈ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നേക്ക് ഇതിനൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. വൺ മിനിറ്റാണ് ഇനി മാർക്കറ്റ് ഓപ്പണിങ്ങിനായിട്ട് ബാക്കിയുള്ളത്. ഇതാണ് ഡെയിലി ചാർട്ട്. ഇപ്പോൾ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു വീക്കിൽ 3 ദിവസം. അപ്പോൾ ഇന്നും നാളെയൊക്കെ അത്യാവശ്യം ട്രെൻഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആയിരിക്കുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. $23,200 call option. Okay, 23,200 $23,150. Put option strike price at 23,300 നോക്കാം. 23,100 നോക്കാം. 100 ട്രേഡ് ചെയ്യുന്നത് 160 ലെവലിലൊക്കെയാണ്. നല്ലൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ
ഈ പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഉള്ള സ്ട്രൈക്ക് പ്രൈസ് എല്ലാം തന്നെ പ്രീമിയം വെരി ഹൈ ഓർ വെരി ലോ ആണ്. ഇപ്പോൾ 23,000 പുട്ട് ഓപ്ഷൻ നോക്കാം. അതുപോലെ തന്നെ 23,050. ഓക്കെ, പുട്ട് ഓപ്ഷൻ എൻട്രി തന്നെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 25-30 പോയിൻറ്റ്സോളം മൂവ് ചെയ്ത് കഴിഞ്ഞു പുട്ട് ഓപ്ഷൻ. പക്ഷെ നമുക്ക് എൻട്രി ആയിട്ടില്ല. ഒരു ചെറിയൊരു പ്രൈസ് റിജക്ഷൻ കാണുന്നുണ്ട് പുട്ട് ഓപ്ഷനിൽ. ഓക്കെ, ഒരു സപ്പോർട്ട് ലെവൽ നിഫ്റ്റി കോൾ ഓപ്ഷനിൽ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കണ്ടുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാനൊന്നും പറ്റില്ല. എന്തായാലും പുട്ട് ഓപ്ഷൻ എൻട്രി തന്നെ ആവാനാണ് സാധ്യത. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ കൺഫേം ആയിട്ടില്ല. ഒരു സപ്പോർട്ട് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. 23,090 ലെവലൊരു സപ്പോർട്ട് ലെവലാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലെവൽ 23,150 ലെവലാണ് റെസിസ്റ്റൻസ് ലെവലായിട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ലെവലിനിടയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ഫോൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ 23,090 ലെവൽ ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ കൺഫർമേഷൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഓരോ എൻട്രി എടുക്കുമ്പോഴും. ഇപ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ്റെ ഒരു 20-30 പോയിൻറ്റ്സ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി ആ ഒരു കാര്യം മാത്രം കണ്ടുകൊണ്ട് എൻട്രി എടുക്കാൻ ശ്രമിച്ചില്ല. അപ്പം അങ്ങനെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. അതിപ്പം 180 ലെവലോളം ഓൾമോസ്റ്റ് വന്നിട്ട് 179.75 ആണ് ഹൈ വന്നിട്ട്. ഓക്കെ, 180 വന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ അത് 155ലേക്ക് എത്തി. ഓപ്പൺ ചെയ്തതാണെങ്കിലും 153ലാണ്. 55 ലെവലിൽ തുറന്ന് ഒരു 25 പോയിൻറ്റ്സ് പോയി, 25 പോയിൻറ്റ്സ് താഴോട്ട് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു പ്രോപ്പർ കൺഫർമേഷൻ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ വെറുതെ ഏറ്റവും മുകളിൽ കയറി അത് ബെയറിഷായി വരുന്നത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കൺഫർമേഷൻ ഇല്ല. എത്ര സുന്ദരമായിട്ടാണ് അത് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് റീലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ചാർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. യെസ്, നല്ലൊരു ബൈയിങ് പ്രഷർ ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഡേ ഹൈ വരെ നമുക്കൊരു എൻട്രി കിട്ടാനുള്ള സാധ്യത കുറവാണ്. കോൾ ഓപ്ഷൻ ഡേ ഹൈ വരെ. സ്പോട്ട് നോക്കുകയാണെങ്കിൽ 25,150 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പുട്ട് ഓപ്ഷൻ നമ്മൾ എൻട്രി കൺഫേം ആവാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം 150 അല്ലെങ്കിൽ 180 ലെവലിൽ നിന്ന് അതിപ്പോൾ ഡേ ലോ ആയിട്ടുള്ള 145 ലെവലിലേക്ക് വന്നു. ഓപ്പൺ ചെയ്ത ലെവലിലേക്ക് താഴെ വന്നു കഴിഞ്ഞു. അതായത് കോൾ ഓപ്ഷൻ ഡേ ഹൈ വന്നിട്ടില്ല, പക്ഷേ പുട്ട് ഓപ്ഷൻ ഡേ ലോ വന്നു കഴിഞ്ഞു.
മറ്റൊരു കാര്യം, ഈ വീക്ക്ലി ഓപ്പണിംഗ് അല്ലെങ്കിൽ വീക്ക്ലി ഓപ്പണിംഗ് ലെവലാണ് ഇപ്പോൾ റീടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസവും മുകളിലേക്ക് പോയി താഴേക്ക് വന്നു, അതിനുശേഷം താഴേക്ക് വന്ന് റിക്കവർ ചെയ്യുന്നത് കാണാൻ സാധിച്ചു. ഇന്നലെ ആണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം മുകളിലേക്ക് പോയി 23,400 ഫോളോ ചെയ്ത് 23,200 വന്ന് ക്ലോസ് ചെയ്തു. ഇന്ന് 23,100 ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 150 ലെവലിലേക്കാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഓൾമോസ്റ്റ് വരാനായിട്ടുണ്ട്. 148 വന്നിട്ടുള്ളത് ഡേ ഹൈ, ഇതുവരെയുള്ള ഡേ ഹൈ നിഫ്റ്റി സ്പോട്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പുട്ട് ഓപ്ഷൻ ചാർട്ട് കാണുമ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ല, ബൈയിങ് പ്രഷർ ഡേ ലോ എന്നാണ് വരുന്നതെങ്കിൽ അത് ഡേ ഹൈ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡേ ഹൈ പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ ഡേ ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധ്യതകൾ. നമുക്കെന്തായാലും ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു എൻട്രി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് നോക്കിയതിന് ശേഷം എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എൻട്രി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. യെസ്, എൻട്രി എടുത്തു. 136.65. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് എൻട്രിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ടു ലോട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഒരുപാട് വലിയ മൂവ്മെൻറ്റ്സ് വരാൻ ഉണ്ട്. അത് നമ്മുടെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ നമുക്കതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ ഇനിയും കുറച്ച് താഴേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. 1.6K ലോസിലേക്ക് വന്നു, 1.1K ലോസിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കുറച്ച് ചെയ്യേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. എന്തായാലും ആസ് ഓഫ് നൗ 1K ലോസിലാണ് പുട്ട് ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കത് നോക്കാം. ഓക്കെ, ഫ്ലക്ച്വേഷൻ ഉണ്ട്. 136, 130, 140. സം മൊമെൻറ്റം വന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ്സ് തന്നെ ഈ ഒരു ട്രേഡിൽ വരുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഫസ്റ്റ് അതാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. ഫസ്റ്റ് ഡേ ഹൈ റീടെസ്റ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഒരു 155 ഒക്കെയാണ്. 23,050 ആണെങ്കിൽ നമ്മളിപ്പോൾ ഈനായിട്ട് നോക്കുന്നില്ല. ചാർട്ടിൽ എന്താണ് വരുന്നത് എന്നുള്ളത് നോക്കുക, ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ ഒരു ചെറിയൊരു ഡയറക്ഷൻ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡേ ലോയിലേക്ക് വരണം സ്പോട്ട്. അതിനുള്ള മൊമെൻറ്റം ഉണ്ടാവണം. ഓപ്ഷനിൽ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് വരും. ഇപ്പോഴും സേഫ് ആയിട്ടില്ല.
അടുത്തൊരു അഡീഷൻ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതും കൂടി നോക്കി വെക്കാം. ഇപ്പോൾ അഡീഷനൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മുടെ ഡയറക്ഷനിലേക്ക് അത്യാവശ്യം വന്നതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടൂ. അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് വന്ന് അത് ആവറേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനിലേക്ക് വരണം. നോക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡേ ലോയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കോൾ ഓപ്ഷൻ. ഡേ ലോ ബ്രേക്ക് ചെയ്യണം കോൾ ഓപ്ഷൻ. മൊമെൻറ്റമാണ് വേണ്ടത്. നമ്മുടെ ഡയറക്ഷനിലേക്ക് മൊമെൻറ്റം വരണം. എങ്കിലത് കുറച്ച് സ്ട്രോങ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ടോ നോക്കാം. ഒരു 250 റുപ്പീസ് പ്രോഫിറ്റ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. യെസ്, അതൊരു 400 എത്തിയിട്ടുണ്ട്. PNL നമ്മൾ നോക്കുന്നില്ല, ചുമ്മാ ഞാനത് അപ്ഡേറ്റ് ചെയ്തേ ഉള്ളൂ. PNL അല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ ചാർട്ടാണ് നമുക്ക് നോക്കേണ്ടത്. അതുപോലെ തന്നെ ബുക്കിങ്ങിൻ്റെ ഒരു സൈന് ചാർട്ട് വരികയാണെങ്കിൽ നമുക്ക് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. അത് ഈവൻ 100 റുപ്പീസ് ആണെങ്കിലും 1000 റുപ്പീസ് ആണെങ്കിലും. യെസ്, ഡയറക്ഷൻ കുറച്ചുകൂടി കൺഫേം ആവുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു ഫ്ലക്ച്വേഷനാണ് കാണുന്നത് പുട്ട് ഓപ്ഷനിലും കോൾ ഓപ്ഷനിലും. ഡേ ലോ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡേ ലോ ബ്രേക്ക് ചെയ്താൽ സുഖമായിട്ട് നമുക്ക് ഒരു ഫോള് കാണാൻ പറ്റും. 23,000 വരാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അത് ചലഞ്ചിങ് ലെവലിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. നോക്കാം. പ്രോഫിറ്റ് വരുന്നു, ലോസ് വരുന്നു, അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഡേ ലോയിലാണ് നിൽക്കുന്നത് കോൾ ഓപ്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി നമുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ 2 ലോട്ട്സേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അഡീഷനൊന്നും ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇനി 155 പോകുമെന്നുള്ളതും നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 23,155. എന്തായാലും കുറച്ച് കഴിഞ്ഞ് നോക്കാം. നല്ല രീതിയിൽ ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഡ് ചെയ്യുന്നില്ല എന്തായാലും. ഇപ്പോൾ പുട്ട് ഓപ്ഷൻ ഡേ ലോയിലേക്ക് വന്നിട്ടുണ്ട്. കോൾ ഓപ്ഷൻ ഡേ ലോ എന്നാണ് ഒരു അപ്പ് മൂവ് വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കാം. എന്തായാലും
വെയിറ്റ് ചെയ്യാം. ഇത്ര ഈസി ആയിട്ടാണ് അത് 2K ലോസിലേക്ക് വന്നത്. യെസ്, എനിക്ക് തോന്നുന്നു സപ്പോർട്ട് ബ്രേക്കായി. ഇനി കൂടുതൽ ലോവർ സൈഡിലേക്ക് തന്നെയായിരിക്കും പുട്ട് ഓപ്ഷൻ ഈ ഒരു സപ്പോർട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ വരാൻ പോകുന്നത്. അപ്പം അതിന് പ്രിപ്പയർഡ് ആവാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യെസ്, നല്ലൊരു സ്ട്രോങ് മൊമെൻറ്റം പുട്ട് ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമുക്കിത് പ്രോഫിറ്റബിലിറ്റിക്കുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഒരു അഡീഷൻ കൊടുക്കണം, പക്ഷെ അത് ഓൾമോസ്റ്റ് 126ഉം 136ഉം ആണ്. 10 പോയിൻറ്റ്സ് ഡിഫറൻസ് മാത്രമേ നമുക്കുള്ളൂ. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഒരു അഡീഷൻ കൊടുക്കണോ എന്നുള്ളതൊന്ന് ആലോചിക്കണം. വേണ്ടെന്നാണ് തോന്നുന്നത്. ഇത് ഡയറക്ഷണൽ ട്രേഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് റിസ്ക് ഉണ്ട് ഇതിനകത്ത്. ഓൾറെഡി ഒരു ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഡേ ഹൈയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ 126ലാണ്, 156ലേക്കാണ് വരേണ്ടത്. അത് അതിനുള്ള ഒരു മൊമെൻറ്റം ഇവിടെ നിന്ന് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അധികം സംസാരിക്കുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ തന്നെ കുറച്ച് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1 hourൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. അപ്പം ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പുട്ട് ഓപ്ഷൻ ഡേലോ ബ്രേക്ക് ചെയ്തതും ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു. സ്ക്വയർ ഓഫ് ചെയ്തിട്ടുള്ള പ്രൈസ് നോക്കുകയാണെങ്കിൽ 121. നമുക്ക് അറൗണ്ട് 2K മാത്രമാണ് ലോസ് വന്നിട്ടുള്ളത്. അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനെ ആവറേജ് ചെയ്താലും കൂടുതൽ പ്രോഫിറ്റ് സൈഡ് വരാനുള്ള ചാൻസസ് കുറവാണ്. കൂടുതലും അത് ലോസിൽ തന്നെയായിരിക്കും പോവുക. 155 ലെവൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ ഒരു 300 വരെയൊക്കെ അപ്പ് മൂവ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഒരു തേർഡ് ക്യാൻഡിലിൻ്റെ ലോ റീടെസ്റ്റ് ചെയ്ത് അവിടെ നിന്നാണ് ബൈയിങ് പ്രഷർ വന്നിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമോ നമ്മൾ നോക്കി, പക്ഷെ അത് നടന്നില്ല. ഇനിയിപ്പം കോൾ സൈഡ് തന്നെയാണ് വരാനുള്ള ചാൻസസ് ഉള്ളത്. അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. റീ എൻട്രി എന്തായാലും ആസ് ഓഫ് നൗ നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. 2K ലോസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വീണ്ടും നമ്മുടെ പുട്ട് ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. 155 ലെവൽ റീടെസ്റ്റ് ചെയ്തിട്ട് ഫോളോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു റീ എൻട്രി ചെയ്യാം. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ റീ എൻട്രി ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. ഇപ്പം നമുക്ക് റീ എൻട്രി ചെയ്യണം.
നല്ലൊരു ഫോൾ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഡേ ഹൈ എന്നാണ് കോൾ ഓപ്ഷൻ ഫോൾ ആയിട്ടുള്ളത്. അപ്പം അതിനർത്ഥം എന്തായാലും പുട്ട് ഓപ്ഷൻ റീ എൻട്രി നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. കുറച്ച് വൈകിയാലും നമുക്ക് എൻട്രി കൃത്യമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് ഒരു ചലഞ്ചിങ് ആണ് സത്യത്തിൽ. $155 ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ 155 കൃത്യമായിട്ടാണ് അവിടെ നിന്ന് ഒരു പ്രൈസ് റിജക്ഷൻ വന്നിട്ടുള്ളത്. ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഡേ ഹൈ നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള ഡേ ഹൈ 23,172.85 ആണ്. അപ്പോൾ അതിനർത്ഥം അത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ നിന്നും പ്രൈസ് റിജക്ഷനോട് കൂടിയാണ് താഴേക്ക് വന്നിട്ടുള്ളത്. നോട്ട് യെറ്റ്. വീണ്ടും ബൈയിങ് പ്രഷറാണ്. 115 വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പുട്ട് ഓപ്ഷൻ 23,050. ഇപ്പോൾ 120 നിൽക്കുന്നുണ്ട്. 21. $115 എൻട്രി എടുത്താൽ നമുക്ക് ഒരുപക്ഷെ ഡേലോ 105 നമുക്ക് എക്സിറ്റ് ചെയ്യാം. 107.75 ആണ് ഡേലോ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് വീണ്ടും ബൈയിങ് പ്രഷറാണ് പുട്ട് ഓപ്ഷനിൽ. അതായത് ഇവിടെ പ്രൈസ് റിജക്ഷൻ കാണാം. നോക്കാം. എന്തായാലും 113, 115 ലെവലാണ് എനിക്ക് വേണ്ട ലെവൽ. അതിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. എങ്കിലും വരുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. MIS-ലിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ CNC-യിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പൊസിഷൻ ഡിഫറെൻറ്റ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു 115 എൻട്രി ഇട്ട് വയ്ക്കാം. ആ ഒരു ധൈര്യമെങ്കിലും നമ്മൾ കാണിക്കണ്ടേ. ഓർഡേഴ്സ് 115 പെൻഡിങ്. ഓക്കെ, ആ ഒരു ധൈര്യമെങ്കിലും നമുക്ക് കാണിക്കാം. MIS ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് കൊണ്ടുവന്ന് എൻട്രി എടുക്കാനുള്ള ഒരു പ്ലാനാണ്. ഇപ്പോൾ അത് 125ലാണ്. 125 നമുക്ക് എടുക്കാം. പക്ഷേ അപ്പോൾ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 ആണ്. ഇപ്പോൾ 20 പോയിൻറ്റ്സ് 132.6K വരുന്നുണ്ട്. 115 ആണെങ്കിൽ 10 പോയിൻറ്റ്സ്, അത്ര ഡിഫറൻസ്. 10 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 1,300 രൂപ രണ്ട് ലോട്ടിന്. മറ്റേത് 2,600 രൂപ. നമ്മൾ വെറുതെ 2,600 രൂപ, ഒരു 1,300 രൂപയും കൂടെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹയർ ലെവൽസിൽ തന്നെ എടുക്കേണ്ടി വരും. അത് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. പക്ഷേ ഈ ഒരു
15 വരാതെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സം പോയിന്റിൽ അത് വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10:04 സമയം, ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ബൈയിങ് പ്രഷർ കാണാം. അതിനർത്ഥം നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവാൻ പോവുകയാണ്. യെസ്, 116. ഓക്കെ, 105 സ്റ്റോപ്പ് ലോസ്. അതുകൂടി ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ എൻട്രീസ് വരാനായിട്ട് വരികയാണെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോപ്പ് ലോസ് ഇടണം 105. 116.1. യെസ്, 15.7. ഇപ്പോൾ ആക്റ്റീവ് ആവും. യെസ്, ആക്റ്റീവ് ആയിരിക്കുന്നു. സ്ക്വയർ ഓഫ് സ്റ്റോപ്പ് ലോസ് 105 കൊടുക്കാം. കൺഫേം. അയ്യോ, ഓർഡർ പ്ലേസ് ചെയ്തു. നമ്മൾ 115 എടുത്തത്. എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് 115 എടുത്തു. ഇപ്പോൾ 12 നിൽക്കുന്നുണ്ട്. നോക്കാം. ടഫാണ്. നല്ല ബൈയിങ് പ്രഷറാണ് സ്പോട്ടിൽ കാണുന്നത്. ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഹിറ്റ് ആവുകയാണെങ്കിൽ 10 പോയിൻറ്റ്സ് നമുക്ക് അതിലൊന്നും നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. അതൊരു വളരെ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ ഇതോടുകൂടി ഇന്നത്തെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യാം. യെസ്, ഡേ ലോ കൃത്യമായിട്ട് വന്നു. ഇനിയിപ്പോൾ ഒന്നും ഈവൻ നമ്മളിപ്പം 125 130 എടുത്തിട്ടുണ്ടെങ്കിലും റിസ്ക് കൂടും എന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല. ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് 10 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസിൽ എൻട്രി എടുക്കാൻ പറ്റി. നമ്മൾ പ്രതീക്ഷിച്ചത് പ്രകാരം ഇവിടെ നിന്ന് ഒരു ബൈയിങ് പ്രഷർ വരേണ്ടതാണ്. വന്നിട്ടില്ല. ഡേ ലോ റീടെസ്റ്റ് ചെയ്തു. ചാൻസസ് കുറവാണ്. ഇവിടെ നിന്നും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസാണ് കൂടുതൽ. ബട്ട് നമ്മൾ ലീസ്റ്റ് സ്റ്റോപ്പ് ലോസ് സ്റ്റിൽ ഇപ്പോൾ 106 പോയിൻറ്റ് സംതിങ് ആവുമെന്ന് തോന്നുന്നു. എന്തായാലും ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. 6.70. ഇവിടെ നിന്നും ബൈയിങ് പ്രഷർ വരണം. അതായത് 130 വരണം എന്നാണ് എൻ്റെ വ്യൂ. ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മാത്രം ഇങ്ങനെയുള്ള എൻട്രീസ് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അറ്റ്ലീസ്റ്റ് 121 130 നമുക്ക് നോക്കാം. യെസ്, ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ലോസ് വരാൻ പോകുന്നു. ബട്ട് ലെറ്റ്സ് വെയിറ്റ്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ആൻഡ് എൻട്രിയാണ്. കോസ്റ്റിലേക്കെങ്കിലും അത് വരും എന്നാണ് വിചാരിച്ചത്.
ലോസ് ഹിറ്റ് ചെയ്യാൻ പോകുന്നു. വെയിറ്റ് ചെയ്യാം എന്തായാലും. $106 ഇപ്പം ഇതുവരെയുള്ള ഡേയിലോ. ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരണം, അതായത് സ്പോട്ടിലൊരു സെല്ലിംഗ് പ്രഷർ വരണം. എഡ്ജിലാണ് നമ്മൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യെസ്, 108 110 ബ്രേക്ക് ചെയ്താൽ കൺഫേം ആവും ട്രേഡ്. പക്ഷെ ടൈം നമുക്ക് വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ അത് 113 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു സാധ്യതയുള്ളൂ. ഇതെന്തായാലും 130 വരെ വരുമെന്നാണ് എൻ്റെ ഒരു വ്യൂ. അതിപ്പോൾ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാലും വരാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, 110. യെസ്, ചെറിയൊരു റിസ്ക് കുറഞ്ഞിട്ടുണ്ട്. റിവിഷനൊന്നും ചെയ്യാൻ നിൽക്കരുത്. റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് കൂടുതലായിട്ടൊരു അഡ്വാൻറ്റേജും കിട്ടും തോന്നുന്നില്ല. 105 വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് പ്രോഫിറ്റ് വരുമ്പോൾ നോക്കാം. ഓക്കെ, യെസ്, ബാക്ക് ടു 113. ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഒരു ടൈറ്റ് റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. $110, $113, ജസ്റ്റ് 5 points ആണ് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ ആഡ് ചെയ്യാനോ സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്യാനോ നിൽക്കുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ 130 വരുമോ എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ 105 എക്സിറ്റ് ചെയ്യാം. Let's wait. വളരെ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയിപ്പോയത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത എൻട്രി 115 പകരം 110 എടുക്കാമായിരുന്നു. അത് എനിവേ ബ്രേക്ക് ചെയ്തു എന്നാണ് തോന്നുന്നത്. യെസ്, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരിക്കുന്നു. 10 points ആണ് ലോസ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ 3.2K ലോസാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓൾറെഡി നമ്മൾ ലോസ് വന്നു കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.